വെൽക്കം ബാക്ക് ടു ടയോ ജ്വൽസ്. അപ്പം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ പ്രോഡക്ട്സിനെ പറ്റിയിട്ട് പറയാൻ തന്നെയാണ്. എപ്പോഴും അങ്ങനെയാണല്ലോ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഇയറിങ്ങിനെ പറ്റിയിട്ടൊക്കെ എടുക്കാനാണ്. ഇത് ആക്ച്വലി റീസ്റ്റോക്ക് ഞങ്ങൾ ഇനി ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് കഴിയാനായിട്ടുണ്ട്. ഈ ഒരു സെക്ഷനോടെ ഈ ഒരു ഇയറിങ് നിർത്തുകയാണ്. കാരണം ഒന്നുമില്ല, അത് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒരു 100 above പീസസ് ഒക്കെ നമുക്ക് സെയിലായി. ഇനി നമ്മുടെ ഒരു കുറച്ചധികം പീസസ് ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ആക്ച്വലി ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് എതൊക്കെ കാണുമ്പോൾ അറിയാം. ആക്ച്വലി ഇത് ഇങ്ങനെയാണ് അതിരിക്കുന്നത്. അതിന് ജസ്റ്റ് ആ കവറൊന്ന് മാറ്റിക്കാൻ ഇങ്ങനെ ഇരിക്കുക. നല്ല ഭംഗിയാട്ടോ, ആക്ച്വലി നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മാർബിളാണ്, മാർബിളാണ്, അല്ലാതെ പ്ലാസ്റ്റിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഞാൻ അത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇനി ഈ ഒരിത് അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുകൂടി ഒന്ന് ഓർത്തേക്കുക. ഇതിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ്, കാതി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് സ്ട്രോബെറിയുടെ ഒരു ക്യൂട്ടായിട്ടുള്ളതാണ്. ഇത് ജസ്റ്റ് സെയിം റേറ്റ് തന്നെയാണ്, 70 റുപ്പീസ്. രണ്ടും ബോസ് 70 റുപ്പീസാണ്. രണ്ടും കൂടി ഒരുമിച്ച് മേടിക്കുന്നവർക്ക് ചെറിയൊരു ഓഫർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. കാരണം നമ്മുടെ ഓണമാസമൊക്കെയാണ് വരുന്നത്. ഉറപ്പായിട്ടും ഓഫേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കാനായി ശ്രമിക്കുക. ഇനി എന്താ പറയുക, അപ്പം ഇതാണ് നമ്മുടെ കൊറിയൻ എന്താ പറയുക കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് പരിചിതമായിരിക്കും. അപ്പോൾ ഇത് 35 റുപ്പീസാണ് പെർ പീസ്. വേണമെന്നുള്ളവർ ഉടനെ തന്നെ കോൾ ചെയ്യുക കേട്ടോ. ഞാൻ ഇനി കുറച്ചധികം കൊറിയൻ ജ്വല്ലറീസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് വിലയേറിയതാണ്. പിന്നെ ഇതുപോലത്തെ തന്നെ ക്യൂട്ടായുള്ള കുഞ്ഞുമക്കൾക്ക് നല്ല ഭംഗിയാണ്. ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ഇത്തിരി വലിയ ആൾക്കാർക്കും ഇത് നല്ല ഭംഗി ഉണ്ടാവും. അപ്പം വേണമെന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കൂ. 35 റുപ്പീസേ ഉള്ളൂ ഒരു പീസിന്. ക്ലിപ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മറ്റു വീഡിയോസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ എന്താ പറയുക, കൊറിയനായിട്ട് പറഞ്ഞാൽ ഒരു ഹൈലൈറ്റഡ് പ്രോഡക്റ്റാണ് നമ്മുടെ ഇതും നമ്മുടെ ആ ചെറി പോലെ തന്നെ ഇത് ഇടയ്ക്ക് ഇപ്പോൾ വന്നേ ഉള്ളൂ. ബട്ട് ഒരു ചാമിങ് ഐറ്റമാണ് ഇതെന്ന് പറഞ്ഞാൽ. കറക്റ്റ്ലി പറഞ്ഞാൽ നല്ലൊരു ചാമിങ് ഐറ്റമാണ്. നമുക്ക് എന്താ പറയുക, ഒരു ഫ്ലാഷ് സെയിൽ പോലെ നടക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു ക്ലോക്ക് ക്ലിപ്പ് എന്ന് പറയുന്നത്. വളരെ ഭംഗിയുള്ള അഫോർഡബിൾ റേറ്റ് ആയിട്ടുള്ള 85 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. ഫുൾ ഓഫ് സ്റ്റോണാണ്, മൾട്ടി കളർ സ്റ്റോണാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ സൈഡ് കാണുമ്പോഴും അറിയാം, ഒരു 3 സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ. പിന്നെ വന്നിട്ട് 2 ടൈപ്സ് ഓഫ് ക്ലിപ്സാണ്. ഇത് ഒരു ബ്ലാക്കിൽ ഒരു വൈറ്റ് സ്റ്റോൺ വിത്ത് മൾട്ടി കളർ സ്റ്റോൺ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു സ്റ്റോൺ പ്ലസ് ബീഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഗോൾഡൻ. ആക്ച്വലി ഇതൊക്കെ നിങ്ങൾ ഓണത്തിനൊക്കെ പൂ വയ്ക്കുമ്പോഴൊക്കെ കുത്തുവാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് 25 റുപ്പീസാണ് വരുന്നത്. ഒരു പെയറിനെന്ന് പറഞ്ഞാൽ 25 റുപ്പീസാണ്. ഇപ്പോൾ നിങ്ങൾ ഹോൾ പെയറായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് റേറ്റ് കുറച്ചിട്ട് തരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടേതായ ഇഷ്ടത്തിന് ചൂസ് ചെയ്തോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊറിയൻ ഐറ്റംസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ക്ലിപ്പില്ലേ 35 റുപ്പീസിന് ഇതിങ്ങനെ പെർ പീസായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സെറ്റായിട്ട് മാത്രമല്ല പെർ പീസായിട്ട് കൊടുക്കുന്നുണ്ട്. ഹൈലി പാക്ഡ് ആയിട്ടാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വേഗം കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കൊറിയൻ ജ്വല്ലറീസിനെ പറ്റിയിട്ടൊക്കെ ഇത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ഫസ്റ്റ് വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം, നമ്മുടെ ഫസ്റ്റ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇയറിംഗ് ആണ്. ആക്ച്വലി ഞാൻ ഇത് എൻ്റെ കൺവീനിയൻസിന് വേണ്ടി രണ്ടും ഒരു ബോക്സിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഇയറിംഗ് അല്ല, റിംഗ് ആട്ടോ. റിയറാണ്, നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയാണ്, ഭയങ്കര ഭംഗിയാണ്. പ്രത്യേകിച്ചിട്ട് ആ ഒരു
ഫുൾ സ്റ്റോൺ വരുന്നുണ്ടോ, അത് എത്ര ഭംഗിയാണെന്നോ, കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നിങ്ങൾക്കിപ്പോൾ ഓണം ഫെസ്റ്റീവ് സീസൺ ആണ്, അതുപോലത്തെ ഫെസ്റ്റിവൽസിനൊക്കെ ഇത് ഒരു റിങ് മതി, നിങ്ങൾ ഷൈൻ ചെയ്യാൻ പറ്റിയൊരവസരമാണ്. വേണമെന്നുള്ള വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഈ ഒരു ഗ്രീൻ പ്ലസ് റെഡ് ദാവണിയോ കുർത്തിയൊക്കെ ഇടുന്നവർക്ക് ഈ ഒരു ഗ്രീൻ പ്ലസ് റെഡും ചൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എൻ്റെ കുറച്ചുകൂടി പീസസ് മാത്രം ബാലൻസ് ഉള്ളൂ. പിന്നെ വന്നിട്ട് പറയാനായിട്ടുള്ളത് നമ്മുടെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീനെ പറ്റിയിട്ടാണ്. അതിൽ സിംഗിൾ പീസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് സിംഗിൾ പീസ്ഡ് ആണെന്ന് പറയാൻ കാര്യം ഇത് ഒരൊറ്റ പീസേ ഉള്ളൂ. നമ്മുടെ ക്വാളിറ്റി ചെക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇയറിങ്ങിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായും കണ്ടുനോക്കണം. അത്രയും വൃത്തിക്കാണ് ഞാൻ ക്വാളിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ക്വാളിറ്റി ചെക്കിൻ്റെ വീഡിയോയ്ക്ക് ശേഷമാണ് ആക്ച്വലി പറഞ്ഞാൽ ഈ ഒരു ഇയറിങ് നല്ല രീതിയിൽ സെയിലായത്. ഇതിൻ്റെ റെഡ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ബ്ലാക്ക് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇത് റെഡ് ഇപ്പോൾ ഒരെണ്ണം ഉള്ളൂ. ഒരെണ്ണം ഒരാൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് പരിചിതമായ ഒരു ഇയറിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. കാരണം എൻ്റെ ഷോർട്സിൽ കൂടുതലും ഞാൻ ഇതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഭയങ്കര എനിക്ക് വ്യൂസ് കൂടിയിരുന്ന ഒരു ഇയറിംഗ് തന്നെയായിരുന്നു ഇത്. ഇതിൻ്റെ 2 പീസ് മാത്രം ഇവിടെ ബാലൻസ് ഉള്ളൂ കേട്ടോ. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നല്ലേ. നിങ്ങൾക്ക് ഹോളി അങ്ങനത്തെയൊക്കെ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് പെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏതൊരു ഡ്രസ്സ് ഒരു ഗ്രീൻ കളർ ഡ്രസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യും. അതേപോലെ ഒരു എന്താ പറയുക, ഒരു ഗോൾഡ് ബ്ലൂ ഏത് ഡ്രസ്സിനാണോ സ്യൂട്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ പാലിയാബെഡിൻ്റെ ഏതൊരു സാരി ഇല്ല, അതിൻ്റെയൊക്കെ കൂടെ നല്ല ഭംഗിയായിരിക്കും. ഞാനത് വിയർ ചെയ്ത് ഈ ഒരു ഇയറിങ് അതിൻ്റെ കൂടെ പെയർ ചെയ്ത് നോക്കി, ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം ഓർഡർ ചെയ്യും. കാരണം 2 പീസേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് എടുക്കുന്നത് കുറച്ചധികം എന്താ പറയുക കൊറിയൻ ആയിരിക്കും. അത് ഓണത്തിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടോ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി ബിസിയാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസ് ഒന്നും ഇടാത്ത. ഞാൻ മാക്സിമം കറക്റ്റ് ടൈമിങ്ങിന് വീഡിയോസ് ഇടാനായി ട്രൈ ചെയ്യാറുണ്ട്. ഇനി വന്നിട്ട് എന്താ പറയുക, ഈ ഒരു നെക്ക് പീസിൻ്റെ സെറ്റാണ്. ആക്ച്വലി ഈ ഒരു നെക്ക് പീസിനെ ഞാൻ ഇങ്ങനെ കാണിച്ചതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെ കാണിച്ചതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടെന്ന്. അത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ വിയർ ചെയ്തതിന് ശേഷം അത് ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് വിയർ ചെയ്യിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടുതരാം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. കുർത്തി വിത്ത് പലാസോസൊക്കെ വരില്ലേ, അതിൻ്റെ കൂടെ ഇത് പെർഫെക്റ്റ്ലി സ്യൂട്ടായി പോകും കേട്ടോ. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. റേറ്റ് വരുന്നത് ജസ്റ്റ് 100 റുപ്പീസാണ്. ഇനി നമ്മുടെ കയ്യിൽ ഒരേ ഒരു പീസുള്ള വേറെ ഐറ്റം കൂടിയാണിത്. ഇത് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഞാൻ കുറച്ച് ഷോർട്സിലോ അങ്ങനെ എന്തോ മാത്രമേ ഇത് ഇട്ടിട്ടുള്ളൂ. ഈ ഒരു ചെയിന ഇത് മിക്കവരും മേടിച്ചത് സാരിയുടെ കൂടെ പെയർ ചെയ്യാനാണ്. അപ്പം അങ്ങനെ ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ലവറാണെങ്കിൽ ജസ്റ്റ് ഇത് ബൈ ചെയ്തോളൂ. നല്ല ഭംഗിയാട്ടോ. ആ ജുംക്കാസൊക്കെ വന്നിട്ട് നല്ല കിടു ലുക്കാണ്. ഇതാണ് ഓക്സിഡൈസ്ഡ് ജ്വല്ലറിനെ പറ്റിയിട്ട്. നമ്മുടെ ആക്ച്വലി പറഞ്ഞാൽ നല്ലപോലെ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട്. നല്ല രീതിയിൽ ഞാൻ എടുക്കുന്നു സ്റ്റോക്ക് ഔട്ട് ആവുന്നു ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ഇതേ പ്രോഡക്റ്റ്സ് തന്നെ ആർക്കും വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇനി കുറച്ച് മാറ്റി പിടിക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് മാറ്റിയൊക്കെ പിടിക്കണ്ടേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എന്താ പറയുക, നമുക്കിനി ലാസ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ പല വീഡിയോസിലും ഞാൻ ഇട്ടിട്ടുള്ള ഒരു പീസാണ്. ഇത് വന്നിട്ട് എൻ്റെ റിങ്ങാണ്. ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. ജസ്റ്റ് 165 റുപ്പീസാണ് ഈ ഒരു 4Z കോംബോ വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു നെക്ക് പീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര
ഭംഗിയുള്ള ഒരു നെക്ക് പീസിൻ്റെ കോംബോയും വരുന്നുണ്ട്. ഇത് ഇച്ചിരി കൂടി നല്ല ഭംഗിയുള്ള ചെയിൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നെക്ക് പീസ് കോംബോ വരുന്നുണ്ട്. കൂടെ തന്നെ അതിൻ്റെ ഇയറിങ് വരുന്നുണ്ട്. നെക്ക് പീസ് കോംബോ അത് ഞാൻ ജസ്റ്റ് അതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ജസ്റ്റ് ഇളക്കാത്തത് കേട്ടോ. അതിൻ്റെ ഒരു ഇയറിങ് ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത്. ഈ ഒരു ഇയറിങ് നല്ല ഭംഗിയുള്ള ഹൈ ക്വാളിറ്റി ഇയറിങ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് 165 റുപ്പീസാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. സിംഗിൾ പീസസ് ആണ്. ഈ സിംഗിൾ പീസ് പ്രോഡക്ട്സ് മാക്സിമം എല്ലാവരും നേരത്തെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ സെയിൽ ചെയ്തതിന് ശേഷമാണ് മിക്കവരും ഓർഡർ ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് വേറൊന്നും ഇല്ല, പറയാനായിട്ടൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും സേഫായിരിക്കാൻ ശ്രദ്ധിക്കുക, എല്ലാവരും സേഫായിരിക്കുക. അതേപോലെ തന്നെ എന്താ പറയുക, ഞാൻ വയനാട് ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ അലകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് കഴിയുന്നത്ര ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിലുള്ളത് അവർക്ക് കൂടി കൊടുക്കാനായി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.